ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. ഞാൻ എവിടെയും ഒരുങ്ങി പോകുന്നതെന്നല്ലേ, നമ്മുടെ കണിച്ചുകുളങ്ങര അമ്പലത്തിലേക്കാണ് കേട്ടോ. അവിടെ ഇപ്പോൾ 21 ദിവസത്തെ ഉത്സവം നടക്കുകയാണ്. ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ അവിടുത്തെ ഉത്സവത്തിന് പോകാറുണ്ട്. ഇതുവരെ ഒരു മുടക്കം വന്നിട്ടില്ല. അതുപോലെ ഞങ്ങൾ അവിടെ പുഴുക്ക് വഴിപാടും നടത്താറുണ്ട്. ആദ്യം തന്നെ നമ്മൾ പുഴുക്ക് വഴിപാട് നടത്താനുള്ള സ്ഥലം കണ്ടുപിടിച്ചു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. സാധനങ്ങളൊക്കെ നമ്മൾ ഏകദേശം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ശർക്കര ഉണ്ടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് അരിപ്പൊടിയിലേക്ക് പഴവും തേങ്ങയും ശർക്കര പാനിയും പിന്നെ ഏലക്കയും ചുക്കും കൂടെ പൊടിച്ചതും തേങ്ങ ചിരവിയതും നെയ്യും കശുവണ്ടിയും ഉണക്കമുന്തിരിയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് ഉരുണ്ട പരുവത്തിലാക്കി വെക്കണം. പിന്നെ നമ്മൾ വെള്ളത്തിലേക്ക് ശർക്കര ഇട്ടിട്ട് ആ ശർക്കര വെള്ളത്തിലേക്ക് നമ്മൾ ഓരോ ഉണ്ടകളായിട്ട് പിടിച്ച് ദേവീനെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഓരോ ഉണ്ടയും പുഴുങ്ങിയെടുക്കുന്നത്. നിങ്ങൾ പല തവണയായിട്ടാണ് ഉണ്ട പുഴുങ്ങിയെടുത്ത്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രാത്രി സമയത്താണ് പോയത്. അപ്പോൾ നമ്മൾ ഉണ്ടയൊക്കെ വേവുന്ന സമയത്ത് ഞങ്ങളുടെ സ്ഥിരം പരിപാടിയാണ് അമ്പലം മുഴുവൻ ഒന്ന് കറങ്ങി നടക്കുക. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ നടന്ന് അവിടെ ദേ അമ്പലത്തിൽ പഞ്ചാരിമേളവും ചെണ്ടകൊട്ടും അടിപൊളിയായിരുന്നു. അതൊക്കെ കുറച്ചേറെ ഇരുന്ന് കണ്ടു. ഓരോ കടകളിലൊക്കെ കയറി ഇറങ്ങിയിട്ട് ഞങ്ങളിതേ രസീത് എഴുതിച്ചു വഴിപാട് നമ്മൾ ദേവിക്ക് സമർപ്പിക്കാനായിട്ട് പോവുകയാണ്. നമ്മൾ പുഴുങ്ങിയെടുത്ത് നമ്മുടെ പുഴുക്ക് വഴിപാട് നമ്മളൊരു വാഴയിലയിലേക്ക് ആക്കിയിട്ട് നമ്മൾ ദേവിക്ക് സമർപ്പിച്ചു. അവർ നമുക്കത് പൂജിച്ചിട്ട് നമുക്ക് കുറച്ച് തിരിച്ചു തരും. ആ നിൽക്കുന്ന എല്ലാം ചിക്കരക്കുട്ടികളാണ് കേട്ടോ. ഞാനും പണ്ടൊരു ചിക്കരക്കുട്ടിയായിരുന്നു. ആ ഓർമ്മകളൊക്കെ അയവറുത്തോണ്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ കണിച്ചുകുളങ്ങര അമ്പലത്തിൽ പോയിട്ടുള്ളവർ നിങ്ങളുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.